يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون. എന്റെ ജനമേ, ഈ ദൗത്യത്തിന് ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളിൽ നിന്ന് കാക്ഷിക്കുന്നില്ല. എന്റെ പ്രതിഫലമോ എന്നെ സൃഷ്ടിച്ചവങ്കലാകുന്നു. നിങ്ങൾ ഒട്ടും ബുദ്ധി ഉപയോഗിക്കാത്തതെന്ത്? ഒരു വലിയ തെളിവ് ഉൾക്കൊള്ളിച്ച സാഹിതീയമായ പ്രയോഗമാണിത്. ഉദ്ദേശ്യം ഇതാണ്: എന്റെ വാക്കുകളെ നിങ്ങൾ കേവലം ഉപരിപ്ലവമായാണ് വീക്ഷിക്കുന്നത്. ഗൗരവപൂർവം അത് കണക്കിലെടുക്കുന്നില്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ചിന്തിക്കുമായിരുന്നു. ഒരു വ്യക്തി സ്വാർത്ഥ താൽപര്യങ്ങളൊന്നുമില്ലാതെ പ്രബോധന പ്രചാരണങ്ങൾ നടത്തുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അതിനുവേണ്ടി നാനാവിധ വിഷമങ്ങൾ സഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഈ അത്യധ്വാനത്തിൽ വ്യക്തിപരമോ കുടുംബപരമോ ആയ താൽപര്യത്തിന്റെ കണിക പോലും കാണപ്പെടുന്നില്ല. ഈ വ്യക്തിയുടെ പക്കൽ തീർച്ചയായും ദൃഢബോധ്യത്തിന്റെ ഒരടിസ്ഥാനമുണ്ടാവാതെ തരമില്ല. ആ അടിസ്ഥാനമനുസരിച്ച് അയാൾ തന്റെ സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുന്നു, ഭൗതിക നേട്ടങ്ങളെ സംബന്ധിച്ച ചിന്തകൾ അവഗണിക്കുന്നു. തലമുറകളായി സുസ്ഥിരമായി നിൽക്കുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ചിന്താഗതികൾക്കുമെതിരിൽ ശബ്ദമുയർത്തി സ്വയം അപകടത്തിലേക്ക് എടുത്തുചാടുന്നു. മുഴുവൻ ലോകത്തിന്റെയും ശത്രുത വിലയ്ക്ക് വാങ്ങുന്നു. ഇങ്ങനെയുള്ള വ്യക്തിയുടെ വാക്കുകൾ എന്തായാലും അല്പവും ചിന്തിക്കാതെ, ഗ്രഹിക്കാതെ, ഗൗരവപൂർവം കണക്കിലെടുക്കാതെ തള്ളിക്കളയാൻ മാത്രം നിസ്സാരമായിരിക്കില്ല. തീർച്ച. وَيَا قَوْمِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيَزِدْكُمْ قُوَّةً إِلَى قُوَّتِكُمْ وَلَا تَتَوَلَّوْا مُجْرِمِينَ. എന്റെ ജനമേ, നിങ്ങളുടെ റബ്ബിനോട് മാപ്പ് തേടുവിൻ, എന്നിട്ട് അവങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. അവൻ നിങ്ങൾക്കുമീതെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിടും. നിങ്ങളുടെ നിലവിലുള്ള ശക്തിയുടെ മേൽ കൂടുതൽ ശക്തി ചേർത്ത് തരികയും ചെയ്യും. ധിക്കാരികളായി പിന്തിരിയാതിരിക്കുവിൻ. നിങ്ങളുടെ റബ്ബിനോട് മാപ്പ് തേടുവിൻ, അവങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുവിൻ. എങ്കിൽ ഒരു നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകുന്നതാകുന്നു എന്ന് നേരത്തെ മുഹമ്മദ് നബിയെ കൊണ്ട് പറയിച്ചുവല്ലോ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും ജനസമൂഹങ്ങളുടെ വിജയവും പരാജയവും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നന്മ തിന്മ വിവേചനത്തിന് പ്രസക്തിയില്ലാത്ത പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, തികച്ചും ധാർമ്മികമായ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ ലോകത്തിന്റെ ഭരണം സംവിധാനിച്ചിരിക്കുന്നത്. ഖുർആൻ വളരെയേറെ സ്ഥലങ്ങളിൽ ഈ വസ്തുത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഖേന ദൈവിക സന്ദേശം ഏതെങ്കിലും ജനതയ്ക്കെത്തുകയാണെങ്കിൽ പിന്നെ അവരുടെ ഭാഗധേയം ആ സന്ദേശവുമായാണ് ബന്ധപ്പെടുന്നത്. അവർ അത് സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹാശിസ്സുകളുടെ കവാടങ്ങൾ അവർക്ക് തുറന്നുകൊടുക്കും. ഇനി അത് നിരാകരിക്കുകയാണെങ്കിലോ അവൻ അവരെ നാശത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യും. അള്ളാഹു മനുഷ്യരോട് അനുവർത്തിക്കുന്ന ധാർമ്മിക നിയമത്തിന്റെ ഒരു രൂപമാണിത്. ഈ നിയമത്തിന്റെ മറ്റൊരു രൂപം ഇങ്ങനെയാണ്: ഒരു ജനത തങ്ങളുടെ സുസ്ഥിതിയിൽ മതിമറന്ന് അക്രമത്തിന്റെയും ധിക്കാരത്തിന്റെയും മാർഗത്തിലൂടെ ചരിക്കുകയാണെങ്കിൽ അവരുടെ പരിണിതി നാശമാണ്. അവർ പക്ഷേ ഈ ചീത്ത പരിണാമത്തിന്റെ മാർഗത്തിലൂടെ തന്നെ അനുസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം. ഇനി തങ്ങളുടെ അബദ്ധം മനസ്സിലാക്കി ധിക്കാരം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് മടങ്ങിവരികയാണെങ്കിലോ അവരുടെ ദൗർഭാഗ്യം നീങ്ങുന്നതാണ്. അള്ളാഹു അവരുടെ പ്രവർത്തനാവസരം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതും ഭാവിയിൽ അവർക്ക് ശിക്ഷയ്ക്ക് പകരം അനുഗ്രഹവും അഭിവൃദ്ധിയും സുഖസൗകര്യങ്ങളും നൽകുന്നതുമാണ്. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. അവർ മറുപടി കൊടുത്തു: ഹേ ഹൂദേ,
നീ ഞങ്ങൾക്ക് സ്പഷ്ടമായ തെളിവൊന്നും കൊണ്ടുവന്നില്ല. നീ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വന്തം ആരാധ്യന്മാരെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുമില്ല. അല്ലാഹുവാണ് നിന്നെ അയച്ചതെന്നും നീ കൊണ്ടുവരുന്നതത്രയും സത്യം മാത്രമാണെന്നും സംശയലേശമന്യേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വ്യക്തമായ വല്ല തെളിവോ ദൃഷ്ടാന്തങ്ങളോ കൊണ്ടുവന്നിട്ടില്ല എന്നാണവർ പറയുന്നത്. ഇൻ നഖൂലു ഇല്ലാ അഅ്തറാക ബഅദു ആലിഹതിനാ ബിസൂ ഖാല ഇന്നി ഉശ്ഹിദു അല്ലാഹ വഅശ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. നിനക്ക് ദൈവങ്ങളിലാരുടെയോ ബാധയേറ്റിരിക്കുന്നു എന്നത്രേ ഞങ്ങൾ കരുതുന്നത്. ഹൂദ് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു, നിങ്ങളും സാക്ഷികളാകുവിൻ. എന്തെന്നാൽ അല്ലാഹുവിനെ കൂടാതെ ദിവ്യത്വത്തിൽ പങ്കാളികളായി നിങ്ങൾ നിശ്ചയിച്ചവരിൽ നിന്നെല്ലാം ഞാൻ മുക്തനാകുന്നു. നീ ഏതെങ്കിലും ദേവീദേവന്മാരോടോ മഹാന്മാരോടോ ഗുരുത്തക്കേട് കാട്ടിയിരിക്കുന്നു. അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത്, നീ ചീത്ത വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്നു. ഇന്നലെ നീ അന്തസ്സോടെ ജീവിച്ച നാട്ടിൽ ഇന്ന് ശകാരവും കല്ലേറുമാണ് നിന്നെ എതിരേൽക്കുന്നത്. അതിന് ഹൂദ് നൽകുന്ന മറുപടിയുടെ സാരമിതാണ്: ഞാൻ ഒരു സാക്ഷ്യവും കൊണ്ടുവന്നില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പുറമെ ഏറ്റവും വലിയ സാക്ഷിയായി അല്ലാഹുവിനെയാണ് ഞാൻ മുമ്പിൽ വെക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രത്യക്ഷരം പരമാർത്ഥമാണ്. അതിൽ വ്യാജത്തിന്റെ കണിക പോലുമില്ല. നിങ്ങൾ വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ അത്രയും തനി വ്യാജങ്ങളാണ്. ഇതെല്ലാം വ്യക്തമായി വിളിച്ചു പറയുന്ന തെളിവുകൾ പ്രപഞ്ചത്തിന്റെ ഓരോ മൂലയിലും ഓരോ പ്രതിഭാസത്തിലുമുണ്ട്. നിന്റെ വാക്കുകേട്ട് സ്വന്തം ആരാധ്യന്മാരെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന അവരുടെ വാദത്തിന് മറുപടിയായി അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഈ ആരാധ്യന്മാരിൽ നിന്ന് ഞാൻ പൂർണ്ണമായും വിമുക്തനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻസിറൂൻ. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എനിക്കെതിരിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തേണ്ടതില്ല. എനിക്ക് തീരെ അവസരം നൽകേണ്ടതുമില്ല. ഞങ്ങളുടെ ദൈവങ്ങൾ നിനക്കെന്തോ ദോഷമേൽപ്പിച്ചിരിക്കുന്നുവെന്ന വാദത്തിന്റെ മറുപടിയാണ് ഈ വെല്ലുവിളി. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഞാനോ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവിയുമില്ല അതിന്റെ മൂർധാവ് അവന്റെ പിടുത്തത്തിലായിട്ടല്ലാതെ. നിസ്സംശയം എന്റെ നാഥൻ നേർവഴിയിലാകുന്നു. അതായത്, അവൻ ശരി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവന്റെ എല്ലാ പ്രവൃത്തികളും നേർക്കുനേരെയാണ്. അവനിൽ അനീതിയില്ല. പരിപൂർണമായ സത്യത്തോടും നീതിയോടും കൂടിയാണ് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർവൃത്തരും അസാൻമാർഗികളുമായ നിങ്ങൾ വിജയം വരിക്കുകയും സദ്വൃത്തനും സന്മാർഗിയുമായ ഞാൻ നാശത്തിലകപ്പെടുകയും ചെയ്യുക എന്നത് ഒരിക്കലും സംഭവിക്കില്ല. فَإِن تَوَلَّوْا فَقَدْ أَبْلَغْتُكُم مَّا أُرْسِلْتُ بِهِ إِلَيْكُمْ وَيَسْتَخْلِفُ رَبِّي قَوْمًا غَيْرَكُمْ وَلَا تَضُرُّونَهُ شَيْئًا إِنَّ رَبِّي عَلَى كُلِّ شَيْءٍ حَفِيظٌ. നിങ്ങൾ പുറംതിരിയുകയാണെങ്കിൽ തിരിഞ്ഞുകൊള്ളുക. ഏതൊരു സന്ദേശവുമായിട്ടാണോ ഞാൻ നിങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി എന്റെ റബ്ബ് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവന് ഒരു ദ്രോഹവും ചെയ്യാൻ നിങ്ങളെക്കൊണ്ടാവില്ല. നിശ്ചയം എന്റെ റബ്ബ് സകല വസ്തുക്കളിലും മേൽനോട്ടമുള്ളവനാകുന്നു. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല,
എന്ന പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഈ സൂക്തം. وَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا هُودًا وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِنَّا وَنَجَّيْنَاهُمْ مِنْ عَذَابٍ غَلِيظٍ. പിന്നീട് നമ്മുടെ വിധി സമാഗതമായപ്പോൾ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം കൈക്കൊണ്ടവരെയും നമ്മിൽ നിന്നുള്ള കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി, പരുഷമായ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ചു. وَتِلْكَ عَادٌ جَحَدُوا بِآيَاتِ رَبِّهِمْ وَعَصَوْا رُسُلَهُ وَاتَّبَعُوا أَمْرَ كُلِّ جَبَّارٍ عَنِيدٍ. ഇതത്രേ ആദുവർഗം. അവർ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു, അവന്റെ ദൂതന്മാരെ ധിക്കരിച്ചു, സകല സ്വേച്ഛാപ്രമത്തരുടെയും ധിക്കാരമൂർത്തികളുടെയും ചൊൽപ്പടിയിൽ നടക്കുകയും ചെയ്തു. അവരുടെ അടുക്കൽ ഒരു പ്രവാചകനാണ് വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം എല്ലാ കാലത്തും എല്ലാ ജനതയിലും വന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതു തന്നെയായിരുന്നു. അതിനാൽ ഒരു പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരെയും ധിക്കരിച്ചുവെന്നാണ് അതിനർത്ഥം. وَأُتْبِعُوا فِي هَذِهِ الدُّنْيَا لَعْنَةً وَيَوْمَ الْقِيَامَةِ أَلَا إِنَّ عَادًا كَفَرُوا رَبَّهُمْ أَلَا بُعْدًا لِعَادٍ قَوْمِ هُودٍ. അങ്ങനെ ഈ ലോകത്തും പുനരുദ്ധാന നാളിലും അവർ ശപിക്കപ്പെട്ടവരായിത്തീർന്നു. അറിയുവിൻ, ആദുവർഗം അവരുടെ റബ്ബിനെ നിഷേധിച്ചു. അറിയുവിൻ, ഹൂദിന്റെ ജനമായിരുന്ന ആദുവർഗം അതിദൂരം തൂത്തെറിയപ്പെട്ടു. يا قوم لا أسألكم عليه أجرا إن أجري